ഇതാണ് കേട്ടോ മുരിങ്ങയിലയുടെ ചമ്മന്തിപ്പൊടി. പറഞ്ഞ് കർക്കിടകം ഇങ്ങെത്തി. ഇനി ഒരു മാസത്തേക്ക് മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്ന് ശാസ്ത്രം പറയുന്നു. ഒരു തണ്ട് മുരിങ്ങയിലയുടെ ഗുണം എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് കർക്കിടകം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഇല വെച്ചിട്ട് ഒരു അടിപൊളി ചമ്മന്തി അങ്ങോട്ട് ഉണ്ടാക്കി വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. കഷ്ടി ഒരു മാസത്തോളം നമുക്കത് ഈസി ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ മുരിങ്ങയിലൊക്കെ നല്ലതുപോലെ കഴുകി അങ്ങോട്ട് വെക്കാം. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ അനുസരിച്ച് തുവരപ്പരിപ്പ്, ഉഴുന്ന്, മല്ലി, കറുത്ത എള്ള്, ഇനി വേണ്ടത് കപ്പലണ്ടിയാണ്. കാഷ്യൂ നട്ട്സോ ഫ്ലാക്സ് സീഡ്സോ ഒക്കെ നമുക്ക് ഈ സമയത്ത് ചേർക്കാം കേട്ടോ. 1 ടീസ്പൂൺ ജീരകവും 2-3 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇനി 5-6 അല്ലി വെളുത്തുള്ളി, പുളി, എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളകും കൂടി ചേർക്കാം. ഇത്തിരി എരിവ് കൂടി നിൽക്കുന്നത് നല്ല സ്വാദാണ് കേട്ടോ. അതും 2-3 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് കായപ്പൊടിയും ചേർത്ത് ഒന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ മുരിങ്ങയില ചേർക്കാം. 3 പിടിയോളം മുരിങ്ങയില എടുത്തിട്ടുണ്ട് കേട്ടോ. 5-6 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടിയും ചേർത്ത് അതൊരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനിയൊന്നുമില്ല, ഇനി നമ്മുടെ ചെറിയ മിക്സി ഉണ്ടല്ലോ, അതിൽ എല്ലാം കൂടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പൾസ് മോഡിൽ ഒന്ന് ചതച്ചെടുക്കണം. സംഗതി കഴിഞ്ഞു. ചോറായാലും കഞ്ഞിയായാലും ദോശയായാലും എല്ലാത്തിനോടായാലും ഒരു അതിഗംഭീര ഹൈ പ്രോട്ടീൻ കോമ്പിനേഷനാണ് കേട്ടോ.